ഒരു സ്വച്ഛാധിപതിയുടെ ശബ്ദം നിലച്ച മണ്ണ്, ഒരു ജനത സ്വാതന്ത്ര്യത്തിനായി ഗർജിച്ച മണ്ണ്. ഇതാണ് ബുക്കാറസ്റ്റിലെ റെവല്യൂഷൻ സ്ക്വയർ. ചരിത്രം ഇപ്പോഴും ശ്വാസമെടുക്കുന്ന ഭൂമി. അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ കവിരാജ് അമ്പലപ്പുഴയിൽ നിന്നും. എൻ്റെ ബാൽക്കൺ യാത്രയുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ എപ്പിസോഡ്. റൊമേനിയയുടെ തലസ്ഥാനമായ ബുക്കാറസ്റ്റ് ചരിത്രത്തിൻ്റെ പ്രൗഢിയും ആധുനികതയുടെ ചടുലതയും ഒരുപോലെ ചേർന്ന മനോഹരമായ നഗരമാണ്. വിപ്ലവങ്ങളുടെ ഓർമ്മകളും രാജകീയ കെട്ടിടങ്ങളും നിറഞ്ഞ ഓരോ തെരുവും. ഇവിടെ ഓരോ ചരിത്ര കഥകൾ. ബുക്കാറസ്റ്റ് നഗരത്തിലെ പ്രശസ്തമായ ക്രിസ്തുലേക്കു ചർച്ചിനെക്കുറിച്ചും നാഷണൽ ബാങ്ക് പാലസിനെക്കുറിച്ചും കൂടുതൽ വിശദമായി നമ്മളോട് പറഞ്ഞു തരുവാൻ ഈ നാട്ടുകാരിയായ അഞ്ജല നമ്മളോടൊപ്പമുണ്ട്. അവർ ഈ രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിത രീതിയും മറ്റും നമ്മളോട് വിശദീകരിക്കുന്നതാണ്. ചരിത്രമുറങ്ങുന്ന ഈ കെട്ടിടങ്ങളെക്കുറിച്ചുള്ള അഞ്ജലയുടെ വിവരണം നമുക്ക് അല്പനേരം ശ്രദ്ധിക്കാം. Gained the name the Little Paris or Paris of the East. Have you heard that before? Yeah, good. When you came to Bucharest, maybe you did see the Arch of Triumph. That's the only way you have to come in. In the bus was in front of you. One arch, exactly like in Paris. So two buildings like the Arch of Triumph, also like this palace over here. The city gained the name the Little Paris. Now, why Little Paris and why the French culture in Romania? Well, not many people know, and including a lot of Romanians. Initially, the French culture was introduced in the country through the Russian officers. Why the Russians? Because they speak Russian, not French. Again, confusing. Well, the Russian officers, they were stationed in the city, Bucharest. നമ്മളുടെ ലോക്കൽ ഗൈഡായിരുന്ന അഞ്ജല വിവരിച്ച വിവരണങ്ങളുടെ ഒരു സാരാംശം ഞാനിവിടെ പറയാം. ബുക്കാറസ്റ്റ് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തു കൂടിയുള്ള നമ്മുടെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് റൊമേനിയയുടെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരിടത്താണ്, അതായത് റെവല്യൂഷൻ സ്ക്വയർ. ഇന്ന് ശാന്തമായി കാണുന്ന ഈ വിശാല ചത്വരം ഒരിക്കൽ ഒരു രാജ്യത്തിൻ്റെ ഭാവി തന്നെ മാറ്റിമറിച്ച ജനകീയ പ്രക്ഷോഭത്തിൻ്റെ സാക്ഷിയായിരുന്നു. 1989 ഡിസംബർ 21 റൊമേനിയയുടെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയായിരുന്ന നിക്കോള കസിയാസ്യുക്കോ തൻ്റെ അവസാന പൊതുയോഗം നടത്തിയത് ഇവിടെ വെച്ചായിരുന്നു. എന്നാൽ പതിവ് പോലെ നേതാവിനെ അനുസരിച്ച് കേൾക്കുന്ന ജനക്കൂട്ടമായിരുന്നില്ല അന്ന് അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നത്. പ്രതിഷേധത്തിൻ്റെ ശബ്ദം ഉയർന്ന ഭയത്താൽ മതിലുകൾ തകർന്നു. ഒരു ജനത സ്വാതന്ത്ര്യത്തിനായി ശബ്ദമുയർത്തി. അധികം വൈകാതെ കസിയുലാസ്കോയുടെ ഭരണത്തിൽ അവസാനത്തേക്ക് സംഭവങ്ങൾ നീങ്ങി തുടങ്ങി. ഇന്ന് ഈ സ്ക്വയറിൻ്റെ മധ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന മെമ്മോറിയൽ ഓഫ് റീബർത്ത് ആ വിപ്ലവത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി സമർപ്പിച്ച സ്മാരകമാണ്. സ്വാതന്ത്ര്യത്തിനായി ഒരു ജനത നൽകിയ വലിയ നിശബ്ദതയുടെ ഓർമ്മപ്പെടുത്തൽ. ചരിത്രം ചിലപ്പോൾ പുസ്തകത്തിൻ്റെ താളുകൾ മാത്രം ഒതുങ്ങി നിൽക്കുകയില്ല. നമ്മൾ നടന്നു പോകുന്ന വഴികളിലും ചുറ്റുമുള്ള കെട്ടിടങ്ങളും ഇത്തരം ചത്വരങ്ങളുടെ നിശബ്ദതയിലും അത് ജീവിച്ചു കൊണ്ടിരിക്കും. റെവല്യൂഷൻ സ്ക്വയറിന് സമീപം നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന മനോഹരമായ ചുവന്ന ഇഷ്ടിക കെട്ടിടമാണ് ക്രിസ്തുലേക്കു ചർച്ച്. 1720 മുതൽ 1722 വരെയുള്ള കാലഘട്ടത്തിൽ രാജാവായിരുന്ന ക്രിസ്തുലേക്കുവും ഭാര്യ സഫ്റ്റയും ചേർന്ന് ഈ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ദേവാലയം നിർമ്മിച്ചു. റൊമാനിയയുടെ തനതായ ആർക്കിടെക്ചറൽ സ്റ്റൈലിൻ്റെ അതിമനോഹരമായ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഇത്. ചുറ്റും ആധുനിക കെട്ടിടങ്ങൾ ഉയർന്നു നിൽക്കുമ്പോഴും 3 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ ദേവാലയം ഇന്നും അതിൻ്റെ പഴമയും പ്രൗഢിയും കൈവിടാതെ നിലകൊള്ളുന്നു. ഭൂകമ്പങ്ങൾ, കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിലെ അവഗണന, 1989 വിപ്ലവത്തിൻ്റെ സംഘർഷങ്ങൾ, കാലം ഈ ദേവാലയത്തെ പല പ്രാവശ്യം പരീക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ടും പുനരുദ്ധരിക്കപ്പെട്ട റൊമേനിയയുടെ ആത്മീയ പാരമ്പര്യത്തിൻ്റെ പ്രതീകമായി ഈ ചർച്ച് ഇന്നും നിലനിൽക്കുന്നു ഇവിടെ. റെവല്യൂഷൻ സ്ക്വയറിലെ ചരിത്ര കാഴ്ചകൾ പിന്നിലാക്കിക്കൊണ്ട് ഞങ്ങൾ പതുക്കെ നടന്നു നീങ്ങുകയാണ്. ബുക്കാറസ്റ്റ് നഗരത്തിലെ പ്രധാന പ്രൗഢമായ കെട്ടിടം നാഷണൽ ബാങ്ക് പാലസിലേക്കാണ് അടുത്ത ലക്ഷ്യം. നടന്നുള്ള യാത്രയ്ക്ക് ഒരു പ്രത്യേക സുഖമുണ്ട്. വാഹനത്തിൽ അതിവേഗം കടന്നു പോകുമ്പോൾ കാണാതെ പോകുന്ന ഒരു നഗരത്തിൻ്റെ യഥാർത്ഥ മുഖം നടക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അടുത്തറിയാൻ കഴിയുന്നത്. വഴിയരിയിലെ പഴമയുടെ ഭംഗി സൂക്ഷിക്കുന്ന കെട്ടിടങ്ങൾ, അവയ്ക്കിടയിൽ ആധുനികതയുടെ പുതിയ മുഖങ്ങൾ, വൃത്തിയുള്ള നടപ്പാതകൾ, തുറസായ ഇടങ്ങളിൽ സൗഹൃദം പങ്കിടുന്ന നാട്ടുകാർ, എല്ലാം ചേർന്ന് ബുക്കാറസ്റ്റിന് ഒരു വ്യത്യസ്തമായൊരു നഗരഭംഗി തന്നെ കൊടുക്കുന്നുണ്ട്.
ഇവിടുത്തെ ജീവിത രീതിയിലും ഒരു ശാന്തത കാണാം. സ്വന്തം കാര്യങ്ങളുമായി തിരക്കിട്ട് നടക്കുന്നവരുണ്ട്, സൈക്കിളിൽ യാത്ര ചെയ്യുന്നവരുണ്ട്, വഴിയോര കഫേകളിൽ നിന്ന് കാപ്പി കുടിക്കുന്നവരുണ്ട്. തിരക്കുള്ള ഒരു യൂറോപ്യൻ തലസ്ഥാന നഗരമാണെങ്കിലും പല തെരുവുകളിലും അനുഭവപ്പെടുന്ന ഒരു പ്രത്യേക ശാന്തതയാണ്. പഴയ കെട്ടിടങ്ങളെ പൊളിച്ചു മാറ്റാതെ അവയുടെ ചരിത്ര ഭംഗി സംരക്ഷിച്ചുകൊണ്ട് തന്നെ പുതിയ ജീവിതവുമായി ചേർന്ന് നിർത്തിയിരിക്കുന്നതും ബുക്കാറസ്റ്റിൻ്റെ പ്രത്യേകതയായി എനിക്ക് തോന്നി. ഓരോ കെട്ടിടത്തിൻ്റെയും ജനലുകൾക്കും കുത്തുപണികൾക്കും പഴയ ചുവരുകൾക്കുമെല്ലാം പറയാൻ നൂറ്റാണ്ടുകളുടെ കഥയുണ്ടെന്ന് തോന്നിപ്പോകുന്നു. അങ്ങനെ വഴിയോര കാഴ്ചകളും ഇവിടുത്തെ സാധാരണ ജീവിതത്തിൻ്റെ ചെറുനിമിഷങ്ങളും ആസ്വദിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങി. ഒടുവിൽ നമ്മുടെ മുന്നിൽ പ്രൗഢിയോടെ ഉയർന്നു നിൽക്കുന്നു നാഷണൽ ബാങ്ക് പാലസ്. പണം സൂക്ഷിക്കുന്ന ഒരു സ്ഥാപനം മാത്രമല്ല, റൊമേനിയയുടെ സാമ്പത്തിക ചരിത്രത്തിൻ്റെയും വാസ്തുവിദ്യ പ്രൗഢിയുടെയും കഥ പറയുന്ന മനോഹരമായ ഒരു കെട്ടിടമാണ് ഇത്. ബുക്കാറസ്റ്റിലൂടെ ഓരോ ചുവടുവയ്ക്കുമ്പോഴും എനിക്ക് തോന്നിയത് ഒന്നാണ്: നമ്മൾ ഇപ്പോൾ നടക്കുന്നത് വെറും തെരുവുകളുടെ അല്ല, ചരിത്രത്തിൻ്റെ താളുകളുടെ ആണ്. ഇതിനിടയിൽ ഞങ്ങളിലെ ചിലർ പെട്ടെന്ന് വഴിയരിയിലെ ഒരു ഇടുങ്ങിയ ഷോപ്പിംഗ് മേഖലയിലേക്ക് കയറി. ചെറിയ കടകൾ, കൗതുകമുണർത്തുന്ന പ്രാദേശിക ഉൽപ്പന്നങ്ങൾ, ഓർമ്മയ്ക്കായി വാങ്ങാവുന്ന സുവനീറുകൾ എല്ലാം നിറഞ്ഞ ആ വഴികൾക്ക് ഒരു പ്രത്യേക യൂറോപ്യൻ ഭംഗി തന്നെ ഉണ്ടായിരുന്നു. തിരക്കുള്ള വഴികളിൽ നിന്നും ഏതാനും ചുവടുകൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ നഗരത്തിൻ്റെ ബഹളത്തിനിടയിൽ ഒളിച്ചിരിക്കുന്നത് പോലെ മനോഹരമായ ഒരു ദേവാലയം ഞങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു. സ്റ്റാവ്രോപോളിസ് മൊണാസ്ട്രി ചർച്ച് 1724 നിർമ്മിക്കപ്പെട്ട ഒരു പുരാതന ഓർത്തഡോക്സ് ദേവാലയം. ബുക്കാസ്റ്റാറിലെ ശ്രദ്ധേയമായ ചരിത്ര സ്മരണകളിൽ ഒന്നാണ് ഇത്. മനോഹരമായ കൽപ്പണികളും ബ്രാനോകോണീസ് വാസ്തുവിദ്യയും ഈ ചെറിയ ദേവാലയത്തിന് അതുല്യ ഭംഗി നൽകുന്നു. വലിപ്പത്തിൽ ചെറുതായിരിക്കാം, പക്ഷേ ചരിത്രത്തിലും ആത്മീയതയിലും ഈ ദേവാലയത്തിൻ്റെ സ്ഥാനം വളരെ വലുതാണ്. ഞങ്ങളുടെ ലോക്കൽ ഗൈഡ് അഞ്ജല ഓരോ കെട്ടിടത്തിൻ്റെയും പിന്നിലെ ചരിത്രവും പ്രത്യേകതകളും വളരെ വിശദമായി തന്നെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഒരു നഗരത്തെ കാണുക എന്നത് അതിൻ്റെ കെട്ടിടങ്ങൾ മാത്രം കാണുന്നതല്ല, ആ കെട്ടിടങ്ങൾക്കുള്ളിലെ കഥകൾ കേൾക്കുമ്പോഴാണ് ഒരു യാത്ര യഥാർത്ഥ അനുഭവമായി മാറുന്നത്. ചരിത്രവും പഴമയും പറഞ്ഞു തരുന്ന ബുക്കാറസ്റ്റിൻ്റെ തെരുവുകൾക്കിടയിൽ ഈ യാത്രയുടെ ഓർമ്മയ്ക്കായി എല്ലാവരും ചേർന്ന് ഒരു കിടിലൻ ഗ്രൂപ്പ് ഫോട്ടോയും എടുത്തു. അപ്പോഴേക്കും സമയം ഏകദേശം ഉച്ചയായി. ചരിത്രം കേട്ട് മനസ്സ് നിറഞ്ഞെങ്കിലും വയറിൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ. വിശപ്പ് അതിൻ്റെ സാന്നിധ്യം ശക്തമായി അറിയിച്ചു തുടങ്ങി. ഇനി ചരിത്രത്തിന് ചെറിയൊരു ഇടവേള, നമുക്ക് ആഹാരം കഴിക്കാം. ഇന്നത്തെ ഉച്ചഭക്ഷണത്തിലെ പ്രധാന താരം ഫിഷ് തന്നെയായിരുന്നു. അതും റൊമേനിയയുടെ ലോക്കൽ രുചിക്കൂട്ടിൽ തയ്യാറാക്കിയ വിഭവം. നമ്മുടെ നാട്ടിലെ മീൻ രുചികളിൽ നിന്നും അല്പം വ്യത്യസ്തം. എങ്കിലും പുതിയൊരു നാട്ടിലെത്തിയാൽ അവിടുത്തെ ഭക്ഷണവും സംസ്കാരത്തിൻ്റെ ഭാഗമാണല്ലോ. ബുക്കാറസ്റ്റിലെ കാഴ്ചകളും ചരിത്രവും മനോഹരമാക്കി വിവരിച്ചു തന്ന നമ്മുടെ ലോക്കൽ ഗൈഡിനോട് യാത്ര പറഞ്ഞു. ഞങ്ങൾ വീണ്ടും ബസ്സിലേക്ക് കയറി. ഇനി റൊമാനിയയോട് വിട പറയാനുള്ള സമയമാണ്. ബസ് പതുക്കെ മുന്നോട്ട് നീങ്ങി. ഇനി ഞങ്ങളുടെ ലക്ഷ്യം റൊമാനിയ ബൾഗേറിയ അതിർത്തി കടക്കുക എന്നതാണ്. ഒരു രാജ്യം പിന്നിലാക്കി ഈ ബാൾക്കൻ യാത്രയിലെ അടുത്ത രാജ്യമായ ബൾഗേറിയയിലേക്ക് പ്രവേശിക്കുകയാണ് ഞങ്ങൾ. അതിർത്തിയിലെത്തിയപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും പാസ്പോർട്ടുകൾ പരിശോധനയ്ക്കായി കാണിക്കണം. ടൂറിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് പതിവ് അതിർത്തി നടപടിക്രമങ്ങളും പൂർത്തിയാക്കണം, അത്ര തന്നെ. ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് കരമാർഗം കടക്കുന്നതിന് എപ്പോഴും ഒരു പ്രത്യേക ആവേശമുണ്ട്. വിമാനത്തിൽ പറന്നിറങ്ങുന്നത് പോലെ അല്ല. ഇവിടെ ഓരോ കിലോമീറ്ററിലും ഓരോ രാജ്യത്തോട് വിട പറയുന്നതും മറ്റൊരു രാജ്യത്തെ സ്വാഗതം ചെയ്യുന്നതും നേരിട്ട് അനുഭവിക്കാം. റൊമേനിയ നന്ദി. മനോഹരമായ ഓർമ്മകൾക്ക്. ഇനി നമ്മുടെ യാത്ര ബൾഗേറിയയിലേക്കാണ്. പുതിയൊരു രാജ്യം, പുതിയ കാഴ്ചകൾ, പുതിയ കഥകൾ. മറ്റു വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.